ഹലോ അഖിലേ, ഒരു 5-6 സ്പൂണ് കിട്ടിയാ കൊള്ളായിരുന്നു. 3-4 പേരുടെ വായിൽ ഇളക്കി നോക്കാനാ, നാക്കൊണ്ടോന്നൊന്ന് അറിയണം. സപ്പോസ് ഞാൻ കൊടുക്കുവാണെങ്കിൽ തങ്കച്ചനെ ഞാൻ സ്വന്തമായിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവന് പാചകം അറിയാന്നുള്ള ആ എപ്പിസോഡ് ചേട്ടൻ കണ്ടല്ലേ? ഹലോ, എനിക്ക് വെറുതെ നിന്ന് പണിയെടുത്ത് കാശ് കിട്ടണത് വേണ്ട. എന്നാ പുറത്തു പോയിരുന്നോളൂ. ഇളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു ഗൈസ്, ഫുൾ ഓഫ് സ്റ്റോൺസ്. ഞാൻ കൂടുതലും ചോദിച്ചില്ല, ഇതിന്റെ ഒരു കഷണം സത്യത്തിൽ ഞങ്ങൾ ഉണക്കമയും വറുത്തല്ല, ഒരു കഷ്ണം തരാനായിട്ട്. കുടിന്റെ നിക്കർ വെച്ച് തച്ച ഷർട്ട് ഇട്ട ഒരാളെ കണ്ടില്ലേ? ബാക്കോട് നോക്ക്. എന്താ എന്റെ നിക്കറേ വെച്ച് ആ ബസ്സിനകത്തുണ്ടായിരുന്ന എല്ലാരും കൂർക്കമലിയായിരുന്നു. ഞാൻ ഒഴിച്ച്, ഞാൻ അതുകൊണ്ട് ഉറങ്ങിയില്ല. 4 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടില്ല. നീ ഒഴിച്ചെന്ന് പറഞ്ഞേ മനസ്സിലായി? ഞാൻ ആരെയും കടിക്കൂല, പക്ഷെ എന്നെ കടിയെന്നാ വിളിക്കണത്. ശരിയാണല്ലോ, എന്നെ കടിച്ചാ തിന്നണത്. അതെ, പിന്നെ ഞങ്ങളെയൊക്കെ പെരുമ്പാമ്പ് വിഴുങ്ങണ വിഴുങ്ങോ? തങ്കച്ചേട്ടൻ അറിഞ്ഞോ? തങ്കച്ചേട്ടനെ ഞാൻ ഹാക്ക് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. അയ്യോ, ഒന്നും ഇവിടെ പറയില്ല. നീ ഉറങ്ങി കിടക്കുക. എന്തായിരുന്നു ഹാക്ക് ചെയ്ത്? ബെഡ്ഷീറ്റിൽ 2 കണ്ണിട്ട് കൈയും 2 സൈഡിൽ തലയും വെളിയിലിട്ടോണ്ടിരിക്കണം. ഇതാകുമ്പോ ഇതിങ്ങനെ പൊക്കി ഇരുന്നാ മതി. അതെ, ഇത് കഫ്താൻ എന്നാണ് ഇതിന് പറയാ. കൈ സെപ്പറേറ്റ്. അതെ, കഫം ഉള്ളപ്പോ തന്നെയാണ് ആവി പിടിക്കേണ്ടത്. ഏറ്റവും നല്ല ജോലിയുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ ഫുഡ് ഇൻസ്പെക്ടറാ. എന്താ? ഞാൻ ടേസ്റ്റ് ചെയ്ത ഫ്രൂട്ട്സ് അല്ലേ നിങ്ങൾ കഴിക്കുന്നത്. തോക്ക് കിട്ടുമോ? തോക്ക് കിട്ടുമോ? ഒരെണ്ണം അതിനാ സംഘടിപ്പിക്കാൻ വവ്വാലിനെ വെടിവെച്ചു കൊല്ലാനാ. എനിക്ക് വളരെ സന്തോഷവും ഭയങ്കര അഭിമാനമാണ്. താടിക്കുമ്പോ കൊടുക്കുന്നോ? ഒരാളൊരു മേക്ക് ഓവർ ചെയ്ത് ഇവിടെ എത്ര പേര് ഇങ്ങനെ ഹെയർ ബാൻഡ് വെച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഓണത്തിന് ചാക്കോച്ചൻ ഇങ്ങനെ വെച്ച് വന്നിട്ടുണ്ട്. അതാണ് എന്റെ റോൾ. മേക്ക് ഓവർ അല്ല, മേക്കപ്പ് ഓവർ.